ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വലിയൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് ഏകദേശം 600 പോയിൻറ്റ് പോസിറ്റീവാണ്. S&P 79 പോയിൻറ്റും നസ്ഡാക്ക് ഏകദേശം 300 പോയിൻ്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 84 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ഈ ഒരു ഏരിയയ്ക്ക് മുകളിലുള്ള ക്യാൻഡിലുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഗ്രീൻ ക്യാൻഡിൽ പോലും ഇല്ല, ഇല്ലേ? ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അതിന് മുകളിൽ സെല്ലിംഗ് പ്രഷറാണ്. ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഉള്ളതെല്ലാം സെല്ലിംഗ് പ്രഷറാണ്. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ഓൾറെഡി ബ്രേക്ക് ചെയ്തെങ്കിലും അതിന് മുകളിൽ ഇപ്പോഴും സെല്ലേഴ്സ് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴെ നിന്ന് ബയ്യേഴ്സ് മുകളിലോട്ട് പുഷ് ചെയ്യുമ്പോഴും മുകളിൽ നിന്ന് ഏകദേശം 25,200 220 ആ ഒരു ലെവലിലാണ് ഒരു സെല്ലിംഗ് പ്രഷർ ഉള്ളത്. അപ്പം ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ആണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു 25 222 220 200 ആ ഒരു ലെവല് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ലോ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഇന്നലെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഇവിടെ നിന്ന് മാർക്കറ്റ് മെനഞ്ഞാന്ന് ക്ലോസ് ചെയ്തിരുന്ന ഇവിടെ നിന്നായിരുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ, പക്ഷേ നേരെ ഇവിടെയാണ് ഒരു ഓപ്പണിംഗ് കിട്ടിയത്. മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഏകദേശം 25,137 സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയത്. മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ലൈവ് മാർക്കറ്റിൽ കൊടുത്ത അപ്ഡേഷനാണ് ഇവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. ഞാൻ പഴയ ലൈനുകളെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് പുതിയ ലൈന്, കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. കാരണം മാർക്കറ്റ് ഒരു മാർക്കറ്റിൽ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ലോ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു തന്നു. ഇവിടെ വന്നത് ഹയർ ഹൈ ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹയർ ലോ ആണ്. വീണ്ടും ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഹയർ ലോ ആണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഹയർ ലോ ആണ്. അതായത് മാർക്കറ്റിൽ ലോവർ ലോയോ ഈക്വൽ ലോയോ വരുന്നില്ല. എപ്പോഴും ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിന് താഴെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ട്രെൻഡ് മാറാൻ സാധ്യതയുള്ളൂ. നിലവിലുള്ള ഏകദേശം 20-ാം തീയതി മുതലുള്ള പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. ഒപ്പം ഇന്നത്തെ ദിവസം ഇതിന് മുകളിലൊരു ഹയർ ഹൈ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഹയർ ലോ അത് ഒരു അപ് ട്രെൻഡിൻ്റെ സൂചനയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് 24 ഈ ഒരു ലെവല് 24,950 ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് 24,957, അതായത് ഈ ഒരു ലോ താഴോട്ട് 15 മിനിറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് അല്ലെങ്കിൽ താഴോട്ട് മാർക്കറ്റ് പോകുന്ന സമയത്ത് 24,950-60 റേഞ്ച് താഴോട്ട് 15 മിനിറ്റിൽ താഴോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. ഏകദേശം 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ് നമുക്ക് വരുന്നത്. ടാർഗറ്റ് ഏകദേശം 24,850.
അതായത് ഇവിടെ നിന്ന് 24,957 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 24,852. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ലോ 24,762. അപ്പോൾ നോക്കുക, ഇതെല്ലാം 15 മിനിറ്റിൽ ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ട്രെൻഡ് അങ്ങോട്ട് പോകാൻ സാധ്യതയുള്ളത്. മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ഇതെടുത്ത് മാറ്റുന്നു 25,100 ലെവൽ നോക്കുക. ഈ ഒരു ഹൈ 25,82 25,82 മുകളിലോട്ട് 15 മിനിറ്റ്. നാളെ എന്തായാലും ഇതിന് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് തന്നെ ആയിരിക്കും സാധ്യതയുള്ളത്. 25,82 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഹൈ പ്രതീക്ഷിക്കാം നമുക്ക്. ഇന്നലത്തെ ഹൈ 25,314. ഇതിനിടയ്ക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഏരിയ കൂടെ ഉണ്ട്, 25,200 220 ലെവൽ. ഈ ഒരു ഹൈ അപ്പോൾ മുകളിലോട്ട് 2 ടാർഗറ്റാണുള്ളത്. ഇതിനിടയ്ക്കെന്ന് പറയുന്നത് മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ മുകളിലോട്ടുള്ള ബ്രേക്കൗട്ട് നോക്കുക. 25,082 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,200 ലെവല്. അത് കഴിഞ്ഞാൽ ഇന്നലത്തെ ഹൈ 25,314. ഇതിനിടയ്ക്കെന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് സോണാണ്. ഇവിടെ മാർക്കറ്റ് ചിലപ്പം സൈഡ് വേസിന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് സാധ്യതയില്ല. ഈ ഒരു ഏരിയയ്ക്കുള്ളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ട് 200 220 ലെവൽ മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഹൈ ടാർഗറ്റ് വയ്ക്കാം. താഴോട്ടും അതുപോലെ തന്നെ താഴോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നെങ്കിൽ മാർക്കറ്റ് ഇന്ന് സൈഡ് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ആയിരിക്കും. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിംഗ് വരുന്ന ഒരു ഏരിയയിൽ മാർക്കറ്റ് ചിലപ്പോൾ സൈഡ് വൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നോക്കിയിട്ട് പോകാം. ഓപ്പൺ ഇൻട്രസ്റ്റ് 25,200 സ്ട്രോങ് റെസിസ്റ്റൻസ് ഉള്ളത്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടുള്ളത് 25,000 25,200 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോകുന്നതെന്ന് പറയുന്നത് 25,500 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം 25,200 എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്ക് ഡേ ക്യാൻഡിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്ന ഒരു ഏരിയ ആണ് 25,200. അത് ഓൾറെഡി ഇന്നലെ ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് മുകളിലോട്ട് പോയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഇവിടെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആണുള്ളത്. അപ്പം ഇവിടെ നിന്ന് വീണ്ടും ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് സുഖമായിട്ട് അങ്ങ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഡേറ്റയിൽ സ്റ്റോക്ക് ബൈ ചെയ്തിരിക്കുന്ന FISും DISും സ്റ്റോക്ക് ബൈ ചെയ്തിരിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു. സെൻസിബിളിൻ്റെ സൈറ്റിനകത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. എന്തോ അതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS സ്ട്രോങ് സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടുണ്ട് 5,266 കോടിക്ക്. അതുപോലെ തന്നെ 5,210 കോടിക്ക് DIS ബൈയിങ്ങുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് FIS 78,432 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 1.32 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 3 ഏകദേശം 3 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 1.2 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് 3.8 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിങ്. മാർക്കറ്റ് മിക്കവാറും ഒരു സൈഡ് വേസിനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഒരു വോളറ്റൈൽ കഴിഞ്ഞാൽ മിക്കവാറും അവിടെ നിന്നൊരു സൈഡ് വൈസിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. നാളെ എക്സ്പയറി ആണ്. അപ്പം ഇന്ന് സൈഡ് വൈസ് ആണെങ്കിൽ നാളെ മിക്കവാറും നല്ലൊരു മൂവ്മെൻറ്റും വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം.
ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ ഈ ഒരു പാറ്റേൺ ഏകദേശം ഞാൻ നമ്മുടെ ഫയേഴ്സിൻ്റെ ഗ്രൂപ്പിലാണ് ഈ ഒരു ചാർട്ട് കൊടുത്തത്. ഇന്നലെ ഇത് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ ഏകദേശം നമുക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, 3 ഉണ്ട്. ഒന്ന് ഫയേഴ്സിൻ്റെ അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും അല്ലാതെ കോമൺ ആയിട്ട് 2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. രണ്ടിലും കൂടെ എനിക്ക് തോന്നുന്നു 1600 1700 പേരുണ്ട്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയാൻ പോകുന്ന കാര്യം. ഇന്നലത്തെ ലൈവ് മാർക്കറ്റിൽ 1-2 മെസ്സേജുകൾ എന്തോ ആരോ ചോദിച്ചതിന് മറുപടി കൊടുത്തതല്ലാണ്ട് ഞാൻ ഇന്നലത്തെ ലൈവ് മാർക്കറ്റിൽ ഒരു അപ്ഡേഷൻസും ഗ്രൂപ്പിൽ തന്നിട്ടില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ഫയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. മാർക്കറ്റ് ഏകദേശം ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരുമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് എന്തായാലും 25,200 മാർക്കറ്റ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. 25,300 നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞു മാർക്കറ്റ് താഴോട്ട് വരുമെന്ന്. മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൽ ഫ്യൂച്ചേഴ്സിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടും കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അപ്ഡേഷൻസും ഞാൻ കൊടുത്തത് ഫയേഴ്സിൽ മാത്രമാണ്. ബാക്കി 2 ഗ്രൂപ്പിലും ഞാൻ അപ്ഡേഷൻസ് കൊടുത്തിട്ടില്ല. ഇന്നും മിക്കവാറും ഞാൻ കൊടുക്കത്തില്ല. കാരണമെന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പിൽ ഇന്നലെ ഞാൻ അപ്ഡേഷൻസ് ഒന്നും തരാത്തതെന്ന് പറയുന്നത് ഏകദേശം 1600 1700 പേരുള്ള 2 ഗ്രൂപ്പുകളാണ്. ഈ 1600 പേരിൽ വെറും 300 പേര് ഈ വീഡിയോ കണ്ടാൽ മതി. വെറും 300 പേര്. ബാക്കി ഒരു 200 പേരെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തോളും. 500 വ്യൂസ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ, രാവിലെ 9 മണിക്ക് മുന്നേ 500 വ്യൂസെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ അപ്ഡേഷൻസ് ഗ്രൂപ്പിൽ നടത്തും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ മതി. വീഡിയോ കണ്ട് വെറും 500 ചോദിക്കുന്നുള്ളൂ. 500 അല്ല, വെറും 300 ചോദിക്കുന്നുള്ളൂ. 1700 പേരുള്ളതിൽ വെറും 300 പേര് കണ്ടാൽ മതി എന്നാണ് ഞാൻ എന്തായാലും വീഡിയോ നടത്തത്തില്ല. വീഡിയോ കണ്ടിന്യൂ ചെയ്യും, പക്ഷേ ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് ഞാൻ നടത്തും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊരു 100 പേര് കണ്ടെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ കാണുന്ന 100 പേര് 100 കമൻ്റ് ഇട്ടാൽ മതി. നിങ്ങൾ 500 വ്യൂസ് താനേ കിട്ടിക്കോളും. നിങ്ങൾ കാണുന്ന 100 പേര് 100 കമൻ്റ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ 500 വ്യൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ഒരു അപ്ഡേഷൻസും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക പാലാഴി അപ്ഡേഷൻസ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അജയും ജംഷീറും ഉണ്ട്, അവർ തന്നോളൂ. അതും ഞാൻ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അതിനൊരു ലിമിറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഗ്രൂപ്പിനകത്ത് ഞാൻ ലൈവ് അപ്ഡേഷൻസ് തരണോ വേണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ ഇന്നലത്തെ ഇതിൽ ഇവിടെ നിന്നാണ് കൃത്യമായിട്ട് മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്നിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. മാർക്കറ്റ് അവിടെ നിന്ന് നേരെ വന്നു 25,200 വരുമെന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിൽ പോയി, പിന്നെ നല്ലൊരു ഫോള് താഴോട്ട് വന്നു. ഇന്ന് വൈഡ് CPR ആണ്. ഏകദേശം 80 പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. 25,083 തൊട്ട് 60 വരയ്ക്കും ഏകദേശം 80 പോയിൻറ്റിൻ്റെ വൈഡ് CPR ആണ്. ഞാൻ താഴോട്ട് ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല. സപ്പോസ് മാർക്കറ്റ് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ താഴോട്ടുള്ള ലെവൽസ് വരയ്ക്കും. ഞാൻ മുകളിലോട്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്നുകിൽ സൈഡ് വൈസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്പ് ട്രെൻഡ് ആയിരിക്കും. മുകളിലോട്ട് 25,110 25,132 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. CPR മുകളിൽ 25,218 25,240 നേരത്തെ ഡേ ക്യാൻഡലിൻ്റെ ചാർട്ടിൽ പറഞ്ഞ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ് 25,218 25,241. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ചും 25,200 സ്ട്രോങ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ നിന്ന് നേരെ CPRലോട്ട് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിംഗ് എവിടെയാണെന്ന് നോക്കുക. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിംഗ് CPRനും ആദ്യത്തെ റെസിസ്റ്റൻസിനും ഇടയ്ക്കാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു സൈഡ് വേസിന് സാധ്യതയുണ്ട്. മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ 25,039 25,326 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് 25,418 25,439. താഴോട്ട് ലെവൽസ് ഇല്ല. സപ്പോസ് താഴോട്ട് CPR ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലൈവ് മാർക്കറ്റിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഈ കാണുന്നവർ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ലൈവ് മാർക്കറ്റിലുള്ള അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് ഫയേഴ്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.
താല്പര്യമുള്ളവർ ഫയേഴ്സിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് എനിക്ക് നിങ്ങളുടെ ക്ലയൻറ്റ് ഐ ഡി അയച്ചു കഴിഞ്ഞാൽ ഫയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.